കലാലയ രാഷ്ട്രീയം നല്ലതാണോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അതായത് നമ്മളിപ്പോൾ കോളേജിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടീസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ കോളേജിൽ ആവശ്യമാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കോളേജിലുള്ള രാഷ്ട്രീയത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ കോളേജിലൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? കോളേജ് രാഷ്ട്രീയം അറിയില്ല, എങ്ങനെയാണ് അത് കോളേജിലൊക്കെ അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയം വേണം? അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം? ഗവൺമെന്റ് കോളേജ് ഒക്കെ ആകുമ്പോൾ നല്ലതായിരിക്കാം. എന്നാലും സ്കൂളിൽ ക്ലാസ് കെട്ടാനായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? മീൻസ് ഞാൻ പഠിക്കുന്ന കോളേജസിലൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അധികം അറിയത്തില്ല. അതിനോട് എന്താണ് അഭിപ്രായം? അത് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ലതാണ്. എന്തുകൊണ്ടാണ് വേണമെന്ന് തോന്നാനുള്ള കാരണം? കുട്ടികൾക്ക് ഈ പാർട്ടിയല്ല, എന്നാലും അടിസ്ഥാനപരമായിട്ട് എന്താണ് സോഷ്യലിസം, എന്താണ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കലി എന്താണ് അവരുടെ അജണ്ട ഞാൻ പറഞ്ഞ കമ്പനിയിലല്ല ആയിട്ടില്ല. എന്നാൽ ഈ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാനായിട്ടൊരു പൊളിറ്റിക്സ് യൂസ് ചെയ്യാറുണ്ടല്ലോ. അല്ല, ഒരു പരിധി വരെ അതൊക്കെ ഓക്കെയാണ്. എന്നാൽ അവർക്കൊരു പൊളിറ്റിക്കൽ നോളജ് കിട്ടുന്നില്ല എൻ്റെ ഐഡിയ. ശരിക്കും ഇപ്പൊ നമ്മുടെ കലാലയത്തിലൊക്കെ പൊളിറ്റിക്കൽ നോളജ് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. കിട്ടണമെന്ന് പൊളിറ്റിക്സ് വേണം ചെറുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ പിള്ളേർ സോഷ്യലി റെസ്പോൺസിബിൾ ആവില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് റെസ്പോൺസിബിൾ ഉണ്ടല്ലോ, ആരെങ്കിലും നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഒരുപാട് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു വഴി ഒരുക്കലാവും തോന്നുന്നുണ്ടോ? രണ്ടും ഉണ്ടല്ലോ, രണ്ടിനും ചാൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് ബോധവാനമാണ്. നമ്മളെ സൊസൈറ്റിയാണ് കമ്മ്യൂണലായിട്ട്. ഇപ്പോൾ മറ്റു സ്റ്റേറ്റുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഈ അൺടച്ചബിലിറ്റി വളരെ കൂടുതലാണ്. ഈവൻ നോർത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കറുത്തിരുണ്ട ആൾക്കാരൊന്നും അടുത്ത് തന്നെ നിർത്താൻ സമ്മതിക്കില്ല. അത്രയും ഒരു ഇതൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പൊളിറ്റിക്കൽ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു യാതൊരു ഇതുമില്ലല്ലോ ഇവിടെ. അതൊക്കെ എഡ്യൂക്കേഷന് മാത്രമല്ല പൊളിറ്റിക്സ് കൊടുക്കുന്നുണ്ട്. മറ്റു സ്ഥലത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത ഒരാൾ അല്ലെങ്കിൽ കുറച്ച് കറുത്ത മുസ്ലിം ഒരാളുണ്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ റേസിസം, വളരെ ജാതിപരമായിട്ട് ചിന്തിക്കും. റേസിസം ആണെങ്കിലും ഇവിടെ അത് ജാതിയായിട്ട് ചിന്തിക്കും. അവനെ ഉടനെ തന്നെ താഴ്ന്ന ജാതിയാക്കിയിട്ട് കാണും. അങ്ങനെയല്ലോ വേണം. എന്തുകൊണ്ടാണ് വേണമെന്ന് പറയാൻ കാരണം? ഒരാളുടെ ഇഷ്ടല്ലേ വേണോ വേണ്ടി. എന്നാലും ഈ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനോടൊക്കെ എന്താണ് അഭിപ്രായം? പഠിക്കും, രാഷ്ട്രീയത്തിൽ പോകുന്നവർ പോകും, അത് അവരുടെ ഇഷ്ടം. പക്ഷെ കുട്ടികളുടെ ലൈഫ് പോകുന്നുണ്ടോ അങ്ങനെ രാഷ്ട്രീയം കോളേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ? അങ്ങനെയൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും, ഇഷ്ടം പോലെ. അത് വേണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തല്ല അവിടെ ഇതുണ്ടായിരുന്നു. അതൊരു പരിധിവരെ നല്ലതാണ്, പക്ഷെ അതിന് പർപ്പസ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. ക്ലാസ് കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇല്ല ബ്രോ, ഇപ്പൊ അതുകൊണ്ടല്ല കോളേജ് ഈ അറേഞ്ച് ഇല്ലാത്തവർക്ക് മാത്രമേ ഇലക്ഷന് പങ്കെടുക്കാനായാലും പറ്റത്തുള്ളൂ. പണ്ടെന്ന് വെച്ചാൽ അതല്ലായിരുന്നു. അപ്പൊ ആൾക്കാർക്ക് പഠിക്കുന്നവർക്ക് മാത്രം ഇലക്ഷൻ നിന്നാൽ മതി എന്നൊരു സാധനമാണ്. അതല്ല ഇതായിട്ട് തോന്നിയേക്കുന്നത്. എന്നാലും ആക്രമണമൊക്കെ ആവും തോന്നുന്നുണ്ടോ? ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആക്രമണകാരിയാവും, അല്ലെങ്കിൽ ഒരു അത് വ്യക്തിഗതമല്ലേ, ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രാഷ്ട്രീയ ചിന്താവിടെ ഓരോരുത്തർക്ക് വ്യത്യാസമായിരിക്കും. വേണമെന്ന് കൊണ്ട് കണ്ടെത്തരുണ്ട്, അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. ആരെയും ദ്രോഹിക്കാതെ ചെയ്യുന്ന അത്ര നല്ലതായിരിക്കും. പിന്നെ ആൾക്കാർക്ക് നീ ഒന്ന് പേരെടുക്കണം, അല്ലെങ്കിൽ നിന്നെ നല്ലൊരു അറിയണം. സോ അതിന് വയലൻസാണ് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയം ഒരിക്കലും വേണ്ട. എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേനും അവരെന്താണെന്ന് വെച്ചെന്നുണ്ടല്ലോ കാണിക്കുന്നത് നമുക്ക് ആ പിറപ്പാണ്. അതായത് പണക്കാരൻ കുറെ പാവപ്പെട്ടവന്റെ പുറത്തോട്ട് ഉരുണ്ട് കയറും, പാവപ്പെട്ടവന്റെ പുറത്തോട്ട്. അപ്പോൾ പണക്കാരൻ മാത്രം അവിടെ വലിയ സ്വാധീനം കഴിയുമ്പോഴേക്ക് ഈ യൂണിയനൊക്കെ, അല്ലാണ്ട് മറ്റൊന്നുമില്ല. പാവപ്പെട്ടവൻ പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അവർക്ക് പഠിക്കണം. പക്ഷെ അതല്ല, പണക്കാരനും പൈസ ഇഷ്ടപ്പെടുന്നുണ്ട്, അവനങ്ങനെ ഒന്ന് SFI ആക്കിയോ അങ്ങനെ നീങ്ങി അങ്ങോട്ട് പോകും. കോളേജിൽ പഠിക്കാൻ പോയാൽ രാഷ്ട്രീയം വേണ്ടെന്നാണ് അഭിപ്രായം? വേണ്ടെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ കൂടെ നമ്മുടെ ജീവിതം തൊലഞ്ഞു പോവുള്ളൂ. അതാ എല്ലാവരും തമ്മിൽ അടിയും പിടുത്തമാവും. മനസ്സിലായോ? അങ്ങനെ തന്നെയായി മാറും. നമുക്ക് പിന്നെ ജീവിതത്തിൽ പഠിക്കാനും ഒരു ശ്രദ്ധ കിട്ടുകയല്ല. പാവപ്പെട്ടവന്ന് വെച്ചാൽ എത്രയോ പേർക്ക് റാങ്കൊക്കെ കിട്ടുന്നുണ്ട് ഇല്ലേ? പാവപ്പെട്ടവർ ഒന്നുമില്ലാത്തവരൊക്കെ എത്ര പേര്. നമ്മൾ പഠിക്കണം എന്നുള്ള വിചാരം ഉള്ളവർക്ക് അത് തീർച്ചയായിട്ടും കിട്ടും. വേണം തോന്നിയിട്ടുണ്ട്, വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. വേണമെന്ന് തോന്നിയേക്കണം ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഓരോ റൈറ്റ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. പിന്നെ വേണ്ടാന്ന് തോന്നിയ സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ
അടിപിടി കേസിലൊക്കെ അങ്ങനെ ഓരോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊരു ക്ലാസ് കട്ടാനായിട്ട് ഒരു സംഭവമായിട്ട് മാറിയുന്നുണ്ടോ? എന്തോ ക്ലാസ് കട്ട് ചെയ്തിട്ട് ക്ലാസ് ഇപ്പൊ ഒരു പരിധി വരെ ക്ലാസ് കട്ട് ചെയ്ത് അങ്ങനെ അവരുടെ ഒരു റൈറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്യണതൊക്കെ നല്ലതാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ മഹാരാജാസ് കോളേജിൽ മറ്റേ അഭിമന്യുവിന്റെ ഒക്കെ കേസ് പോലെ അതൊക്കെ നോക്കുമ്പോ ഏകദേശം ഒരു വേണ്ടാന്ന് തോന്നിട്ട് പ്രശ്നം തോന്നിട്ട്. നല്ലതാ. എന്തുകൊണ്ടാണ് നല്ലതാന്ന് അല്ല, എന്റെ വൈഫ് RLV കോളേജിൽ പഠിച്ചതാ. ആ. അത്യാവശ്യം നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവും അത് വെച്ചിട്ട്. എന്താണ് ഗുണങ്ങൾ? കോളേജിൽ ഇപ്പൊ രാഷ്ട്രീയം വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്താണ്? രാഷ്ട്രീയം വന്നു കഴിഞ്ഞാല് നമുക്ക് കുറെ സപ്പോർട്ടുകളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല എന്ത് രീതിയിലാണെങ്കിലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. സീറ്റിന്റെ പേരിലാണെങ്കിലും അത് നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ്. ഒരുപാട് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. പേഴ്സണൽ ഓരോരോ കമ്മിറ്റ്മെന്റ്സിന്റെ പേരിൽ ഉണ്ടാവുന്നത്, അല്ലാതെ പാർട്ടിപരമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും പഠിക്കാൻ പോകുന്ന പിള്ളേര് പഠിക്കാതെ ഇപ്പൊ ഇതില് രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സംഭവമായിട്ട് മാറില്ല. അങ്ങനെ ഒരു ടെൻഡൻസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനും ഇതിനകത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആണല്ലേ. കലാലയ രാഷ്ട്രീയം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് വേണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? കലാലയത്തിൽ പഠിക്കാനല്ലോ അപ്പൊ പഠിച്ചാൽ പോരെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നല്ല യൂസ്ഫുൾ ആവില്ലേ? പൊളിറ്റിക്സ് വെച്ചിട്ടായാലും ഇപ്പൊ എന്തെങ്കിലും. ഇപ്പം ചേട്ടൻ രാഷ്ട്രീയക്കാരനാണോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ല. അല്ല. അപ്പൊ നമ്മൾ ജോലിക്ക് വിട്ടല്ലേ? പക്ഷെ അത് രാഷ്ട്രീയം ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. ഐ മീൻ അവർക്ക് പൊളിറ്റിക്സ് വേണം, ഒരു നേതാവ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കും മിക്ക ആൾക്കാർക്കും ഓരോ ചായയുണ്ട്, ഓരോ രാഷ്ട്രീയത്തിനോട് ചായയുണ്ട്. പക്ഷെ കലാലയ രാഷ്ട്രീയത്തോട് ഞാൻ അധികം യോജിക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് തമ്മിൽ തല്ലുന്നത്? ഏതൊരു രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാലും തമ്മിൽ തല്ലല്ലേ? കോളേജില് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിനു വേണ്ടി സമരം ചെയ്യാൻ അതൊരു പാർട്ടി വേണമെന്നുണ്ടോ? ഒരു രാഷ്ട്രീയത്തിന്റെ കോളേജിൽ പാർട്ടി അനിവാര്യമായിട്ടുള്ള കോളേജുകൾ അങ്ങനെയില്ല. ഒരു കാര്യം നേടിയെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നില്ല. ഈ ജനങ്ങളെല്ലാം ഇപ്പം ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നപ്പോഴത്തേക്കിനും പാർട്ടിക്കാരാണ് അല്ലേ? എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ടല്ലേ അത് ചെയ്തത് അല്ലേ? കൊല്ലത്തു നിന്നുള്ള വള്ളക്കാരും അതിൻ്റെ അകത്ത് പല പല രാഷ്ട്രീയക്കാരുണ്ട്, പല പല മതക്കാരുണ്ട്. നന്നായിട്ട് വിജയിച്ചില്ലേ? കോവിഡ് വന്നപ്പോഴോ കോളേജിൽ. അപ്പം അത് ഞാൻ അതാ പറഞ്ഞത്, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞതിന് ഉദാഹരണം ഞാൻ പറഞ്ഞ. അപ്പൊ അതേപോലെ രാഷ്ട്രീയം വേണമെന്നില്ല. എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പൊരുതി കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അത് രാഷ്ട്രീയമൊന്നും വേണ്ട. എല്ലാവരും കൂടെ ഉള്ള ഒരു ഒത്തു കൂട്ടായ്മ, അത് ഉറപ്പായ ഒരു മനസ്സും ഒരേ രീതിയിൽ പോകുന്നൊരു കൂട്ടത്തെ കിട്ടിയാൽ ലീഡർഷിപ്പ് വേണം. ഇപ്പൊ പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ ഇതിലുള്ളതാണ് ഈ ഒരുപാട് പാർട്ടീസ് ഉണ്ട് നമുക്ക്. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന പാർട്ടി അവരുണ്ട്. പക്ഷെ അവര് പറഞ്ഞ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രിൻസിപ്പാളിനോട് ആവശ്യപ്പെടുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ? അതല്ല ഞാൻ പറഞ്ഞ, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ, രാഷ്ട്രീയം പറയാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഒരു കാര്യം ചെയ്യണം, അത് നടപ്പിലാക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായോ? രാഷ്ട്രീയം വേണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ അഭിപ്രായം കേട്ടോ. ഇപ്പം പഴയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, മനസ്സിലായി. ഇപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും കൊടി പിടിക്കാൻ ആ കാര്യത്തിന് വരുന്നുണ്ടോ? ഇല്ല. തല്ലുകൊള്ളുന്നതൊക്കെ ആണികളെ മക്കളല്ലേ? അത് ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ന്യായം കറക്റ്റ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കോവിഡും വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ആരും രാഷ്ട്രീയം നോക്കാതെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നിട്ടാണ് അത് ചേർത്ത് നിർത്തിയത്. അപ്പം അതേപോലെ തന്നെ ഒരു കോളേജിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയം വേണ്ട. എല്ലാ കൂട്ടുകാരും സ്നേഹബന്ധത്തിൻ്റെ അത്ര ഒരു രാഷ്ട്രീയം വരത്തില്ല അല്ലേ? ശരിയല്ലേ?